എല്ലാവർക്കും നമസ്കാരം. ഒരു മധുരമുള്ള ഓർമ്മയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ പങ്കുവെക്കുന്നത്. ഞാൻ 7ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ ഒരു സ്കൂളിലാണ് പഠിച്ചത്. രാവിലെ സ്കൂളിലേക്ക് വരുന്നു. ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷം കൃത്യം 2:10 എന്നൊരു സമയം എന്റെ മനസ്സിലുണ്ടെങ്കിൽ 2:10 ആവുമ്പോൾ ഒരു മുത്തശ്ശി സ്കൂളിലേക്ക് വരും. ആ മുത്തശ്ശി വെറും കൈയോടെ അല്ല വരുന്നത്, ധാരാളം മിഠായികളും മധുര പലഹാരങ്ങളും കൊണ്ടാണ് വരുന്നത്. ആ മുത്തശ്ശി വരുമ്പോൾ തന്നെ വല്ലാത്തൊരു സുഗന്ധമാണ്. 1 രൂപയ്ക്കും 50 പൈസയ്ക്കും 25 പൈസയ്ക്കുമാണ് മുത്തശ്ശി മിഠായികൾ വിൽക്കുന്നത്. മുത്തശ്ശി വരുന്നു, ഒരു മരച്ചുവട്ടിലിരിക്കുന്നു. ധാരാളം കുട്ടികൾ അതേ സമയത്ത് പഠിക്കുകയാണ്. അധ്യാപകൻ ക്ലാസ്സിൽ ഇല്ലെങ്കിൽ ഞങ്ങൾ അപ്പോഴേ ഇറങ്ങി ഓടും. നേരെ മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെല്ലും. മുത്തശ്ശി മിഠായി എന്ന് പറഞ്ഞ് ഞങ്ങളുടെ കയ്യിലുള്ള 1 രൂപയും 50 പൈസയും ഒക്കെ കൊടുത്ത് മിഠായി വാങ്ങും. ഒരു ദിവസം കയ്യിൽ പണമില്ലെങ്കിൽ പോലും പിറ്റേ ദിവസം കൊടുക്കാമെന്ന് പറഞ്ഞാൽ മുത്തശ്ശി മിഠായി തരും. പിറ്റേ ദിവസം വീട്ടിൽ വന്ന് അച്ഛന്റെ കയ്യിൽ നിന്നും പണം വാങ്ങി കൊടുക്കാമെന്ന ഉദ്ദേശത്തിലാണ് മിഠായി വാങ്ങുന്നത്. ചിലപ്പോൾ ബസ്സിൽ പോകാനുള്ള പണം കൂടി എടുത്ത് കയ്യിൽ വെച്ച് നടന്നു പോവുകയും മറ്റു ബൈക്കിൽ കൈ കാട്ടി സ്കൂളിലേക്ക് ചെല്ലുകയും ചെയ്യും. എന്നിട്ട് ആ പണം കൂടി എടുത്ത് മുത്തശ്ശിക്ക് കൊടുത്ത് മിഠായി വാങ്ങും. അത് മുത്തശ്ശിയെ സഹായിക്കാൻ വേണ്ടി ആയിരുന്നില്ല. അത്രയ്ക്ക് ഒരു നല്ല മനസ്സ് ഞങ്ങൾക്കുണ്ടോ എന്ന് ചോദിച്ചാൽ അറിയില്ല. മുത്തശ്ശിയുടെ കയ്യിലെ മധുര പലഹാരങ്ങളുടെ രുചി കൊണ്ടായിരുന്നു. അങ്ങനെ എല്ലാ ദിവസവും മുത്തശ്ശി വരുന്നു, പലഹാരങ്ങൾ വിൽക്കുന്നു, തിരികെ പോകുന്നു. ഇതൊരു പതിവായിരുന്നു. അപ്പോൾ മുത്തശ്ശിയുമായി ഞങ്ങൾക്ക് നല്ല അടുപ്പമായി. എന്നും കാണുന്നു, പലഹാരങ്ങൾ വാങ്ങുന്നു, മുത്തശ്ശി തിരികെ പോകുന്നു. മുത്തശ്ശിയുടെ വീടിനെ കുറിച്ചും വീട് എവിടെയാണെന്നും എല്ലാം ഞങ്ങൾ ചോദിച്ചിരുന്നു. മുത്തശ്ശി പറഞ്ഞു, ചെറിയൊരു വീടാണ്, മകൻ മരിച്ചു, ഒരു മകളുണ്ട്, കല്യാണം കഴിഞ്ഞതാണ്, അപ്പോൾ മകളുടെ ചിലവിലാണ് കഴിയുന്നത്. അങ്ങനെ ആരെയും ബുദ്ധിമുട്ടിക്കണ്ട എന്ന നല്ല മനസ്സുള്ളത് കൊണ്ടാണ് ഈ 80ാം വയസ്സിൽ മുത്തശ്ശി പലഹാരങ്ങൾ വിൽക്കുവാനായി സ്കൂളിൽ വരുന്നത്. അങ്ങനെ ഞങ്ങൾ മിഠായി വാങ്ങുന്നു, അധ്യാപകർ വാങ്ങുന്നു. അധ്യാപകർ മിഠായി വാങ്ങുന്നത് ആ മുത്തശ്ശിയെ സഹായിക്കാനുള്ള ഒരു മനസ്സുള്ളത് കൊണ്ട് കൂടിയാണ്. അങ്ങനെ ഒരു ദിവസമായപ്പോൾ മുത്തശ്ശിയെ കാണുന്നില്ല. ആ ഒരു ദിവസം 2 ദിവസമായി, 3ഉം 4ഉം 5ഉം 10ഉം ദിവസമായി. 10 ദിവസമായിട്ടും ആ മുത്തശ്ശിയെ കാണുന്നില്ല. ഞങ്ങൾ എല്ലാവരും ആകെ വിഷമിച്ചു. മുത്തശ്ശി ഇങ്ങോട്ട് പോയി. സാറന്മാരും ടീച്ചർമാരും പറഞ്ഞു, ആ മുത്തശ്ശിക്ക് 80 വയസ്സായി, ധാരാളം പ്രായമായിട്ടുണ്ട്, ചിലപ്പോൾ എന്തെങ്കിലും സംഭവിച്ചു കാണുമോ. ഞങ്ങൾ കുട്ടികൾ ചെറിയ മനസ്സുള്ള ആൾക്കാരായതുകൊണ്ട് എന്നെ വിഷമിച്ചു. അത് മുത്തശ്ശിക്ക് എന്തും സംഭവിക്കും എന്നുള്ള ഒരു മനസ്സുകൊണ്ടുകൂടി മാത്രമായിരുന്നില്ല, അങ്ങനെ ഒരു ചിന്തയുണ്ട്. നല്ല മധുരമുള്ള പലഹാരങ്ങൾ പിന്നീട് കഴിക്കാൻ കഴിയില്ലല്ലോ എന്ന ഒരു ചിന്ത കൊണ്ട് കൂടിയായിരുന്നു. ഈ മുത്തശ്ശി നല്ല ഉപ്പിലിട്ട നെല്ലിക്കയും മാങ്ങയും കൊണ്ടുവരുമായിരുന്നു. നല്ല ഉപ്പിലിട്ട നെല്ലിക്ക ഒന്ന് കടിക്കുമ്പോൾ നല്ലൊരു ഓർമ്മയാണ്. കാരണം ഇന്ന് അതേ നെല്ലിക്ക കിട്ടിക്കഴിഞ്ഞാൽ അതൊന്ന് കടിച്ചു കഴിഞ്ഞാൽ 20 വർഷങ്ങൾക്കോ ഒരു 10 വർഷങ്ങൾക്കോ മുമ്പുള്ള കാര്യങ്ങൾ പോലും നമുക്ക് ഓർമ്മ വരും. അന്നത്തെ കൂട്ടുകാരുമായി കളിച്ചു നടന്നത്, ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും വഴക്കിട്ടത്, അങ്ങനെ നല്ല നല്ല ഓർമ്മകളായിരിക്കും. ഒരു ദിവസം എൻ്റെ കയ്യിൽ പണം ഇല്ലെങ്കിൽ പോലും എനിക്കും എൻ്റെ കൂട്ടുകാർക്കും മുത്തശ്ശി മിഠായിയും മധുര പലഹാരങ്ങൾ തരുമായിരുന്നു. പിറ്റേ ദിവസം ഇല്ലെങ്കിൽ പോലും മുത്തശ്ശി ചോദിക്കാറേ ഇല്ല. പക്ഷേ അച്ഛൻ്റെ കയ്യിൽ നിന്നും പണം വാങ്ങി ഞങ്ങൾ കൊണ്ടു കൊടുത്തിരിക്കും. അങ്ങനെ മുത്തശ്ശിയെ കാണാതെയായി. അങ്ങനെ ഞങ്ങളൊന്ന് അന്വേഷിച്ചു. ഞാനും എൻ്റെ കൂട്ടുകാരനും ക്ലാസ് കഴിഞ്ഞ് മറ്റുള്ളവർ കാണാതെ ഒന്ന് നടന്നു. അപ്പോഴാണ് ഒരാൾ നിന്ന് അറിഞ്ഞത്, ആ മുത്തശ്ശി മരിച്ചിട്ട് 5 ദിവസമായി എന്ന്. 80 വയസ്സുണ്ടായിരുന്നു. കാരണം തൻ്റെ മകളെ ബുദ്ധിമുട്ടിക്കരുത് എന്നുള്ള ഒരു മനസ്സുള്ളത് കൊണ്ടാണ് ഈ ഒരു പ്രായത്തിൽ മുത്തശ്ശി ജോലിക്കായി ഇറങ്ങിയത്. ജോലി എന്ന് പറയുമ്പോൾ ഇതും ജോലി തന്നെയാണ്. ആ വെയിലത്ത് അവിടെ വന്നിരുന്ന് കച്ചവടം ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ആ മുത്തശ്ശിയുടെ നല്ല മനസ്സിന്റെ ഒരു മേന്മ ഉള്ളത് കൊണ്ട് കൂടി മാത്രമാണ്. അങ്ങനെ മുത്തശ്ശി മരിച്ചു എന്ന് മനസ്സിലായി. അങ്ങനെ മുത്തശ്ശിയുടെ ആഹാരം പിന്നീട് കഴിക്കാൻ പറ്റില്ല എന്നൊരു വിഷമം വന്നു. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു. ഞാനും എൻ്റെ അമ്മയും കൂടി ഈ ഇടയ്ക്ക് കൊല്ലം വരെ ഒന്ന് പോയി. ഞങ്ങളുടെ ഒരു ബന്ധു വീട്ടിൽ പോയതാണ്. പോയി മടങ്ങി വരും വഴിക്ക് ഒരു ഓല മേഞ്ഞ ഒരു കട കണ്ടു. മുമ്പിൽ ഓലയും പുറകിൽ ഓടും. ആ കട നടത്തുന്നത് എൻ്റെ പ്രായമുള്ള ഒരു 24-25 വയസ്സുള്ള ഒരു പയ്യനായിരുന്നു. കണ്ടപ്പോൾ തന്നെ സന്തോഷം തോന്നി. കാര്യം എൻ്റെ പ്രായമുള്ള ഒരു പയ്യൻ കുടുംബം നോക്കാൻ വേണ്ടി ഇങ്ങനെ കട നടത്തുന്നു. ഒരു പുത്തൻ ബിസിനസ് ഐഡിയ ആയിരുന്നു. നല്ല രീതിക്കുള്ള ധാരാളം മധുര പലഹാരങ്ങളും മിഠായികളും ഉപ്പിലിട്ട നെല്ലിക്ക, മാങ്ങ മുതലായ ധാരാളം സാധനങ്ങളും പഴവർഗ്ഗങ്ങളും അവിടെ ഉണ്ടായിരുന്നു. ഞാനും എൻ്റെ അമ്മയും വണ്ടി നിർത്തി അവിടെ നിന്നും ഇറങ്ങി ആ പയ്യന്റെ കട ലക്ഷ്യമാക്കി നടന്നു. കടയിൽ നിന്നും ഉപ്പിലിട്ട നെല്ലിക്കയും ഒരു പുളിമുട്ടായും വാങ്ങി കഴിച്ചു. ആ പുളിമുട്ടായി കഴിച്ചപ്പോൾ
പണ്ട് സ്കൂളിൽ വെച്ച് മുത്തശ്ശി തന്നിരുന്ന ആ ഒരു മിഠായിയുടെ സ്വാദ് ഈ ഒരു പുളിമുട്ടായിൽ ഉണ്ടായിരുന്നു. അതേസമയം കൊല്ലത്ത് നിന്നും എന്റെ വീട് വരെയുള്ള യാത്രയിൽ എന്റെ മനസ്സിൽ മുത്തശ്ശിയുടെ ആ ഒരു ഓർമ്മ മാത്രമായിരുന്നു. മുത്തശ്ശി എനിക്കും എന്റെ കൂട്ടുകാർക്കും തന്ന ആ മധുരമുള്ള മിഠായിയുടെ ഓർമ്മ, ആ ഉപ്പിലിട്ട നെല്ലിക്കയുടെ ഓർമ്മ.